എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോയ്സൺ, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ജീവിതത്തിൽ കുറേയധികം കൂട്ടുകാരുള്ളവരൊക്കെ ആയിരിക്കും നമ്മൾ. ആ കൂട്ടുകാരെടുത്ത് നല്ല രമ്യതയോട് കൂടിയിട്ടും അതുപോലെ തന്നെ സന്തോഷത്തോടു കൂടിയിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കാം നമ്മൾ. പക്ഷേ ചില ആൾക്കാർ, അതിൽ ചില ആൾക്കാരുടെ പെരുമാറ്റങ്ങളും അവരുടെ ആ സ്വഭാവങ്ങളും നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കാറുണ്ട്, അതിലേറെ വേദനിപ്പിക്കാറുണ്ട്. അവർ നമ്മളുടെ അടുത്ത് പെരുമാറുന്ന രീതി, നമ്മൾ ഇത്രയും അവരെ കെയർ ചെയ്തിട്ട്, ഇത്രയും സ്നേഹിച്ചിട്ട്, നമ്മൾ അവർക്ക് ഇത്രയും പ്രാധാന്യം നൽകിയിട്ടും നമ്മളെ ഒരു തരി പോലും പ്രാധാന്യം നൽകാത്ത, നമ്മുടെ അടുത്ത് തരി പോലും അനുകമ്പ കാണിക്കാത്ത, ഒരു റെസ്പെക്റ്റും നമുക്ക് നൽകാത്ത രീതിയിൽ അവർ പെരുമാറുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ അവരായിട്ടുള്ള ബന്ധത്തിനെ ചോദ്യം ചെയ്യാറുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കാറുണ്ട്. എന്താണ് ഇവരിങ്ങനെ? മറ്റുള്ളവരെ പോലെ അല്ലല്ലോ. നമ്മൾ ഒരുപക്ഷെ ഇവരെ മറ്റുള്ളവരെക്കാളും കൂടുതൽ സ്നേഹിച്ചു പോയിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ 10% പോലും സ്നേഹവും വാത്സല്യവും നമുക്ക് ഇവരിൽ നിന്ന് തിരിച്ചു കിട്ടുന്നില്ല. മേടിക്കാൻ വേണ്ടി മാത്രം ഇവർ തീരെ കൊടുക്കാൻ തയ്യാറാവാത്ത സ്വഭാവം, ഒരു പ്രത്യേക ധാർഷ്ട്യം, അഹങ്കാരം, അവരാണ് ഏറ്റവും കേമം, മറ്റുള്ളവരൊക്കെ പുച്ഛം, അല്ലെങ്കിൽ അവരാണ് ഏറ്റവും പവർഫുൾ, എല്ലാവരും ഒരു ആശ്രയിക്കണം എന്ന തരത്തിലുള്ള ചിന്തയൊക്കെ. അത്തരത്തിലുള്ള എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ചില കൂട്ടുകാരെ കുറിച്ച് ഞാൻ പറയാം. അതിലൊരു നാർസിസ്റ്റിനെ ഞാൻ ഓർക്കുകയാണെങ്കിൽ, ആ ഫ്രണ്ട് ഒരിക്കലും എന്നെ ഫോൺ വിളിക്കില്ല. പക്ഷെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ ഒപ്പം കറങ്ങാനും പുറത്തേക്കൊക്കെ പോകാനായിട്ട് വരും. പക്ഷെ അവരൊരിക്കലും ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് കോൾ വിളിക്കില്ല. കാരണം അവർ കോൾ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവർ ഇനീഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ വാല്യൂ ഇടിയും. അവരെ എപ്പോഴും എല്ലാവരും തേടി പോകണം എന്ന തരത്തിലുള്ള ഒരു ചിന്താഗതിയാണ് എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ടായിരുന്നത്. മറ്റൊരു ഫ്രണ്ടിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പുച്ഛമാണ്, എല്ലാവരെയും പുച്ഛമാണ്. എൻ്റെ അടുത്ത് പുച്ഛം കാണിക്കാറില്ല, പക്ഷേ മറ്റുള്ള ആൾക്കാരെ വളരെ കേവലമായിട്ട് അല്ലെങ്കിൽ വില കുറഞ്ഞ് നോക്കിക്കാണുന്ന ഒരു തരത്തിലുള്ള ഒരു സ്വഭാവമായിരുന്നു. വേറൊരു കൂട്ടുകാരനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവന് ഞാൻ കണ്ടിട്ടുള്ള നാർസിസ്റ്റിക് സ്വഭാവം എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ, അവന് ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡാണ്. അതായത് ഏതാണ്ട് രാജകുടുംബത്തിൽ ജനിച്ചിട്ട് മുന്നോട്ട് പോകുന്ന തരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മളെ പുച്ഛിക്കുന്ന രീതി, അല്ലെങ്കിൽ നമ്മളെ ഒന്നും അറിയില്ല, നമുക്കറിയുന്ന കാര്യങ്ങൾ വളരെ ലിമിറ്റഡാണ്. അതുപോലെ തന്നെ നമ്മളെ അധികം വിലയിലെടുക്കാത്ത തരത്തിലുള്ളൊരു പെരുമാറ്റം. ഇനി വേറൊരു കൂട്ടുകാരനാണെങ്കിൽ, നമ്മൾ വിളിക്കുകയാണെങ്കിൽ എപ്പോഴും പുറത്തേക്ക് പോകാനായിട്ട് വരും. പക്ഷേ ഒരിക്കലും നമ്മളൊരു സ്ഥലത്തേക്ക് വിളിക്കാനോ മറ്റൊന്നും തയ്യാറാവില്ല. അതുപോലെ തന്നെ അവൻ്റെ കാര്യം നടക്കാനായിട്ട് മാത്രം നമ്മളെ സമീപിക്കുന്നൊരവസ്ഥ. നമ്മളുടെ അടുത്തു നിന്നൊരു ഉപകാരം കിട്ടാനില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് കാഷ്വലായിട്ടോ അല്ലെങ്കിൽ സംസാരിച്ചിട്ടോ സമയം ചെലവഴിക്കാൻ തീരെ തയ്യാറാകാത്ത ഒരു സ്വഭാവം. പെരുമാറ്റങ്ങളും അല്ലെങ്കിൽ ഇൻട്രാക്ഷനൊക്കെയും അവൻ്റെ സ്വലാഭത്തിന് വേണ്ടി മാത്രം, അവൻ്റെ ബെനഫിറ്റിന് വേണ്ടി മാത്രം. കുറേ കൂട്ടുകാരുണ്ടായിരുന്നു എനിക്ക്. ഇതിൽ നാർസിസ്റ്റിക് സ്വഭാവമുള്ള കൂട്ടുകാരുടെ ഇൻഫർമേഷനാണ് ഞാൻ പറഞ്ഞത്. ഇതൊന്നുമില്ലാത്ത വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമ്മളെ വിളിക്കുകയും നമ്മൾ തിരിച്ച് വിളിക്കുകയും അങ്ങനെ സൗഹൃദം നിലനിന്ന് പോകുന്ന മറ്റു പല കൂട്ടുകാരുമുണ്ട്. പക്ഷെ ചില കൂട്ടുകാരുടെ പെരുമാറ്റ രീതികൾ വളരെ വിഭിന്നമാണ്. ഞാൻ ഈ കൂട്ടുകാരൊരിക്കലും കുറ്റമായിട്ട് കണക്കാക്കല്ല. ഇവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ, ഇവർക്ക് മറ്റുള്ളവരിൽ നിന്നും എടുത്തുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകൾ, അതുകൊണ്ട് അവർ മുന്നോട്ട് വയ്ക്കുന്ന ചില തരത്തിലുള്ള പെരുമാറ്റ രീതികൾ, അതുകൂടാതെ ഇത്തരത്തിലുള്ള പെരുമാറ്റ രീതികൾ ഇവർ മുമ്പ് നടത്തിക്കൊണ്ടു പോകുന്നത് മൂലം പലപ്പോഴും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടുമായിരുന്നു. അതായത് ഇത്തരത്തിലുള്ള അവരുടെ വാല്യൂ മുകളിലോട്ട് കൊണ്ടുപോകാനായിട്ട് മറ്റൊരാളെ കോണ്ടാക്ട് ചെയ്യാതെ എപ്പോഴും മറ്റൊരാൾ ഇവരെ സമീപിക്കേണ്ട രീതിയിലാക്കി തീർക്കുന്നൊരവസ്ഥ. ഇത്തരത്തിലൊക്കെ പെരുമാറുന്നത് കൊണ്ട് ഇവർക്ക് പലപ്പോഴും പല കാര്യങ്ങളും നടന്നു പോകുമായിരുന്നു. ചെറുപ്രായത്തിൽ ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ വളർന്നു വന്നു കഴിഞ്ഞ സമയത്ത് എല്ലാവർക്കും മെച്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഒരു അപാകത ഉണ്ടെങ്കിൽ പലപ്പോഴും അവർക്ക് മനസ്സിലാക്കാനും തൻ്റെ സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും പലർക്കും സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ടോക്സിക് രീതിയിലുള്ള പെരുമാറ്റങ്ങളുള്ള കൂട്ടുകാരെ പലരും ഉപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൂട്ടുകെട്ടിന് പ്രാധാന്യം കുറയ്ക്കുകയാണ് പലപ്പോഴും ചെയ്യാറ്. സോ അങ്ങനെ പലരും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞ ഈ വ്യക്തിത്വങ്ങൾ കഷ്ടപ്പാടിലാവുന്നതും
ഒറ്റപ്പെടുന്നതും ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും ഞാൻ കാണാറുണ്ട്. ഇത് പറയുമ്പോഴാണ് എനിക്ക് മറ്റൊരു ഫ്രണ്ടിൻ്റെ കാര്യം ഓർമ്മ വരുന്നത്. ആ ഫ്രണ്ടിന് എപ്പോഴും ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ സ്റ്റേജ് ആകണം. എല്ലാ ആൾക്കാരും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കേണ്ടത് ഇവരുടെ അടുത്താവണം. ഇവർ എല്ലാ സംസാരങ്ങളും നടക്കുമ്പോൾ അതിന് ലീഡർഷിപ്പ് കൊടുത്തിട്ട് അതിന് എല്ലാവർക്കും ഒരു ഫൈനൽ ആൻസർ കൊടുക്കുന്ന രീതിയിൽ ആയിരിക്കണം ഇവർക്ക് പെരുമാറേണ്ടത്. അങ്ങനെ സെൻറ്റർ ഓഫ് സ്റ്റേജ് ആവാനായിട്ടുള്ള, സെൻറ്റർ ഓഫ് അറ്റൻഷൻ ആവാനായിട്ടുള്ള കഠിന പരിശ്രമം, എല്ലാം കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ എല്ലാവരും നിയന്ത്രിക്കാനും എല്ലാവരിലും ഏറ്റവും മുന്നിട്ട് നിൽക്കാനും എല്ലാവരുടെ ആദരവും പിടിച്ചു പറ്റാനായിട്ടുള്ള വളരെ കേവലമായിട്ടുള്ള കഠിന പരിശ്രമം, ഇങ്ങനെ ഇതൊക്കെ നമ്മൾ നോക്കി നിൽക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും ആ സമയത്തൊന്നും നമുക്ക് അറിയത്തില്ല ഇത് ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു വ്യക്തിത്വ വൈകല്യമാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മളത് ഇദ്ദേഹത്തിൻ്റെ ഒരു നേച്ചറാണ്, ഇത് ഇവരുടെ ഒരു നേച്ചറാണെന്ന രീതിയിൽ ചിന്തിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ് പതിവ്. പക്ഷേ നമ്മൾ മുതിർന്നു വന്ന് കഴിഞ്ഞപ്പോൾ, മനഃശാസ്ത്രമൊക്കെ പഠിച്ചു കഴിയുമ്പോൾ, നമ്മൾ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണ് അതൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെയായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, അതെ ഇവർ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ കുറേയൊക്കെ ഫീച്ചേഴ്സ് കാണിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് എല്ലാ ഫീച്ചേഴ്സും ഇല്ല, കുറച്ചൊക്കെ ഫീച്ചേഴ്സ് കാണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും നിരന്തരം നിങ്ങൾ നാർസിസിസ്റ്റിക് ടെൻഡൻസി, നാർസിസിസ്റ്റിക് ഫീച്ചേഴ്സ് വളരെയധികം കൂടുതലായിട്ട് ആ കാണിക്കുന്ന ആൾക്കാരായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് വളരെയധികം വേദനയും ആ കഷ്ടപ്പാടുകളും നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിനുള്ള കോട്ടവും അങ്ങനെ വളരെയധികം ഇമോഷണൽ വേദനകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു സ്വഭാവമുള്ള ആൾക്കാർ നിങ്ങൾ പരിചയപ്പെടുന്ന സമയത്ത് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കാത്തൊരവസ്ഥ. അത് കഴിഞ്ഞിട്ട് ആ റിലേഷൻഷിപ്പ് വളരെ മുന്നോട്ട് പോയി നിങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, സമയത്തിൻ്റെയും അതുപോലെ തന്നെ സഹായത്തിൻ്റെയും കൂട്ടുകെട്ടൊക്കെ വളരെ മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കുക നമ്മൾ കൊടുക്കുന്ന പോലത്തെ സ്നേഹവും കെയറിങ്ങും മറ്റുമൊന്നും നമുക്ക് ഇവരിൽ നിന്ന് തിരിച്ചു കിട്ടാനായിട്ട് പോകുന്നില്ല. അവർക്ക് ആവശ്യം വരുന്ന സമയത്ത് മാത്രമാണ് നമ്മളെ അവർ സമീപിക്കുക എന്ന തിരിച്ചറിവ് വളരെ വേദനയോട് കൂടിയിട്ടായിരിക്കും പലരും ഉൾക്കൊള്ളുക. അപ്പോൾ വളരെ വൈകിയിട്ടുണ്ടായിരിക്കും. പല ബന്ധങ്ങളും വിച്ഛേദിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മളുടെ അടുത്ത് വളരെ ചേർന്ന് നിന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നിർത്താമെന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയുള്ള ആൾക്കാരെ, നാർസിസിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ള ആൾക്കാരെ നമ്മൾ വളരെ എളുപ്പം തന്നെ തിരിച്ചറിയേണ്ടതും അത്തരത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് അകലം പാലിക്കേണ്ടതായിട്ടുള്ളത്. അല്ലെങ്കിൽ അത് നമുക്ക് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാട് നൽകാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നോക്കാം ഇത്തരത്തിലുള്ള നാർസിസിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ള ആൾക്കാരുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയാണ്, അവരുടെ ഏത് തരം പെരുമാറ്റങ്ങൾ നോക്കിയിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ആൾക്ക് നാർസിസിസ്റ്റിക് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. നമുക്ക് നോക്കാം. ഇവർ പ്രധാനപ്പെട്ടതായിട്ട് തിരിച്ചറിയാനായിട്ടുള്ള ഒന്നാമത്തെ കാര്യമാണ് ഇവർ പലപ്പോഴും ഒരു ആദരവ് പിടിച്ചു പറ്റാനായിട്ടുള്ള പെരുമാറ്റം നിങ്ങൾക്ക് കാണാം. ഇനി ഇവരുടെ കോൺവെർസേഷൻ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും ജീവിതത്തിലെല്ലാവരും നാർസിസിസ്റ്റുകളായിട്ട് പെരുമാറിയിട്ടുള്ളവരാണ്. എല്ലാവരും ജീവിതത്തിൽ പലപ്പോഴും പല സാഹചര്യങ്ങളിൽ നാർസിസിസ്റ്റുകളെ ഇടപെട്ടിട്ടുള്ളതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഈ നാർസിസിസ്റ്റുകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇവരെപ്പോഴും ഇവരെക്കുറിച്ച് ഇങ്ങനെ കുറേ സംസാരിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഇവിടുത്തെ ജോലി എന്ന് പറയാൻ ജസ്റ്റ് ഇവർ ശ്രദ്ധിച്ചിരിക്കുക. അവർ പറയുന്നതിനൊക്കെയും അങ്ങ് വളരെ നല്ല രീതിയിലൊരു ലിസണറായിട്ട് ബി എ ഗുഡ് ലിസണർ ടു ദം, ആ രീതിയിൽ ഇരിക്കുക. അവർ പറയുന്നതിനൊക്കെയും കേൾക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങൾ അവരുടെ അടുത്ത് കുറച്ച് നേരത്തെങ്കിലും പ്രീതിപാത്രമായിട്ട് ഇരിക്കാൻ സാധിക്കുള്ളൂ. സാധാരണ നമ്മളൊരു കോൺവെർസേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ചോദിക്കും. നിങ്ങളെങ്ങനെയാണ്, സുഖമാണോ, അവിടെ പോയത് എങ്ങനെയുണ്ടായിരുന്നു, ജോലി നിങ്ങളുടെ എങ്ങനെയാണ് പോകുന്നത്, നിനക്കുള്ള കുറച്ച് ദിവസം ഉണ്ടായിരുന്ന പനിയൊക്കെ മാറിപ്പോയോ, വീട്ടിലെല്ലാവർക്കും എങ്ങനെയൊക്കെ ഇരിക്കണം എന്നൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഇടയിലുള്ള സംസാരത്തിലൊക്കെ നമ്മൾ പരസ്പരം ചോദിക്കുന്നതായിരിക്കും. പക്ഷേ ഇവർ അങ്ങനത്തെ ഒരു കാര്യം ചോദിക്കാത്ത കാരണം പലപ്പോഴും നിങ്ങളെക്കുറിച്ച് ഒരു കാര്യം അവരെ ബോധിപ്പിക്കാനായിട്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ അവരൊന്ന് കേട്ടതിന് ശേഷം വീണ്ടും തിരിച്ചു മറിച്ച് അവരെക്കുറിച്ച് തന്നെ സംസാരിക്കുന്ന രീതിയിലേക്ക് ആ കോൺവെർസേഷൻ കൊണ്ടെത്തിക്കും. സോ എല്ലാ സംസാരവും അവരെക്കുറിച്ചായിരിക്കും. ഇത് നിങ്ങൾ കുറേ നേരം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആകെ മടുക്കും. കാരണം എല്ലാം ഇയാളെക്കുറിച്ച് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ബോറാവും, നിങ്ങൾ വളരെ ഡ്രെയിൻഡായി. കാരണം എത്ര നേരം കേട്ടിരിക്കാൻ പറ്റും? ശ്രദ്ധിക്കണ്ടേ? മൊത്തം ശ്രദ്ധിച്ചിട്ട് വേണം ഇവരെ ഇരിക്കാനായിട്ട്. ആ സമയത്ത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും അല്ലേ?
ഇനി നമ്മൾ പലപ്പോഴും സമൂഹത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും നാർസിസ്റ്റുകളുടെ വലയിൽ വീണ് പോകുന്നതായിട്ട് കാണാം. അതിപ്പോൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്പുകളിലായി കഴിഞ്ഞാലും അല്ലാത്ത മറ്റൊരു സഹവർത്തിത്വ മറ്റു റിലേഷൻഷിപ്പുകളിലായാലും ഒക്കെയും നാർസിസ്റ്റുകളുടെ വലയിൽ എളുപ്പത്തിൽ വീണ് പോകും. കാരണം ഇവർ വളരെ ചാമിങ് ആണ്, വളരെ ഗുഡ് ലുക്കിംഗ് ആയിരിക്കും പലപ്പോഴും. അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്റ്റൈലിലും തിളങ്ങുന്ന തരത്തിലുള്ള ഡ്രസ്സിങ്ങും മറ്റൊക്കെയും ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവർ വളരെ അട്രാക്റ്റീവാണ് പലർക്കും. ആ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട്, ആ രീതിയിൽ സ്വയം നിലനിർത്താനായിട്ടും വളരെ കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും ഈ നാർസിസ്റ്റുകൾ. ഇനി ഈ പറഞ്ഞതിനൊക്കെ ഒരു വിരോധാഭാസം ഉണ്ട്. ചില നാർസിസ്റ്റുകൾ എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റ് കാണിക്കും തുടക്കത്തിൽ. നമ്മളിതിനെ ഒരു ടേം സെറ്റിൽ പറയുന്നതാണ് ലവ് ബോംബിങ് എന്ന്. അതായത് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ആ സ്നേഹം കൊണ്ടുള്ളൊരു ബോംബിങ് ചെയ്യുക, ആ സ്നേഹം അങ്ങ് ബോംബ് ചെയ്ത് നിങ്ങളങ്ങനെ ഇറക്കുക. നിങ്ങളാകെ ആ ഒരു കുളിര് പോരും ഈ സ്നേഹമൊക്കെ കാണിട്ട്. അവരെ കെയറിങ് ആറ്റിറ്റ്യൂഡ്, നിങ്ങളെക്കുറിച്ച് ചോദിക്കുന്ന രീതി, നിങ്ങൾക്ക് കാര്യങ്ങൾ തരുന്നു, സമ്മാനങ്ങൾ തരുന്നു. ഇതൊക്കെയും എന്തിനാണ്? കാരണം ഇതൊക്കെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളെ വശീകരിക്കാനായിട്ടുള്ള, നിങ്ങളെ സെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്കുകളാണ്. തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ നിങ്ങളെ കാണിച്ച് നിങ്ങളവരെ വലയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ യഥാർത്ഥ സ്വഭാവം, നാർസിസ്റ്റുകളുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ കാണിക്കുന്നതൊക്കെയും അവരുടെ ഒരു വ്യക്തിത്വപരമായിട്ടുള്ള വൈകല്യം കൊണ്ടാണ്. ഈ രീതിയിലാണ് അവർ കാര്യങ്ങൾ പഠിച്ചെടുത്തേക്കുന്നത്, ഈ രീതിയിലാണ് അവർ ലോകം കാണുന്നത്, ഈ രീതിയിൽ ചെയ്താലാണ് അവർക്ക് വിജയിക്കാൻ സാധിക്കുക എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉള്ളിൽ പടർന്ന് കയറിയേക്കാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ പെരുമാറുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, അതായത് ചില നാർസിസ്റ്റുകൾ നമ്മളുടെ അടുത്ത് തീരെ ഇൻട്രസ്റ്റ് കാണിക്കില്ല, അതേസമയത്ത് ചില നാർസിസ്റ്റുകൾ നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ ഫ്ലാറ്ററി കാണിക്കും. ഇതിലേതാണ്, ഇപ്പോൾ എങ്ങനെയാണ് നാർസിസ്റ്റിനെ മനസ്സിലാക്കാൻ സാധിക്കുക? അതെ, ജെന്യൂൻ ആയിട്ടുള്ള ഡൗട്ടാണ്. തുടർന്ന് കാണാം. ഇനിയുള്ള സയൻസും കൂടി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നാർസിസ്റ്റിനെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇനി ഇവർ പെരുമാറുന്ന മറ്റൊരു രീതിയാണ്, ഇവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഗംഭീര ഭാവമായിട്ടുള്ള ഒരു തോന്നലുണ്ടായിരിക്കും. ഇവർ സ്പെഷ്യലാണ്, ഇവർ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നൊരു തോന്നൽ. ആ തോന്നലുള്ളത് കൊണ്ട് തന്നെ അവർ ഏതെങ്കിലും ഒരു സന്ദർഭത്തിലോ സാഹചര്യത്തിലാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് അറ്റൻഷൻ എല്ലാവരും അവർ ശ്രദ്ധിക്കുന്ന രീതിയിലായിരിക്കാനായിട്ട് അവർ ആഗ്രഹിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാനായിട്ട്, നിങ്ങളും അവരിലേക്ക് അട്രാക്റ്റ് ആണല്ലോ, ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ, അല്ലെങ്കിൽ 2-3 ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരിലേക്ക് അട്രാക്റ്റ് ആവാനായിട്ട്, നിങ്ങൾ ഇമ്പ്രസ് ചെയ്യാനായിട്ടുള്ള പല ഡയലോഗുകൾ ഇവർ പറയുന്നുണ്ടായിരിക്കും. അതായത് ഇവർ വലിയ സംഭവമാണ്, ഞാൻ പഠിച്ചത് ഇവിടെയാണ്, എൻ്റെ കൂട്ടുകാരൻ എന്ന് പറയുന്നത് ഈ ബിസിനസ് ബോസാണ്, അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരൻ ഈ സിനിമാ നടനാണ്. അങ്ങനെ വലിയ വലിയ കാര്യങ്ങളായിരിക്കും ഇവർ പറയുന്നുണ്ടായിരിക്കാം. ഞാൻ വർക്ക് ചെയ്തത് ഈ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്, എനിക്ക് ഇവരെയൊക്കെ അറിയാം, എൻ്റെ കയ്യിൽ ഐഫോണാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ടായിരിക്കും. എല്ലാ ഐഫോൺ ഉപയോഗിക്കുന്നവരും നാർസിസ്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ വലിയ കാര്യങ്ങളായിട്ടായിരിക്കും ഇവർ സ്വയം അസോസിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. പലപ്പോഴും തുടക്കത്തിൽ നിങ്ങളിവരെ കാണുന്ന സമയത്ത് ഇത്തരത്തിലുള്ള എക്സാജറേഷനും വലിയ പൊങ്ങച്ചൊന്നും നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കുന്നു വരില്ല. ഒരു പക്ഷേ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇവർ അത്ര വലിയ സംഭവങ്ങളായിരിക്കില്ല, അവർ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള അത്രയും വലിയ സംഭവങ്ങളായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇവർ ഞാൻ ഈ സംഭവം ഡ്രീം ചെയ്യുന്നുണ്ട്, ഇത് അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ഇതിനുള്ള പ്ലാനിലാണ്, ഞാൻ ഇവിടെ ഇത് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള ഇവരുടെ പ്ലാനുകളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആകെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. I want to do this painting where there are all the colors. ഇതിനൊക്കെയുള്ള കാരണം എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ വളരെ ലോലന്മാരാണ്, വളരെയധികം ഇൻസെക്യൂറാണ്, ഒരു സുരക്ഷിതാവസ്ഥ ഇല്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ അത് കവറപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ഇത്തരത്തിലുള്ള ഈ വലിയ രീതിയിൽ മറ്റുള്ളവർ ഇമ്പ്രസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന രീതി എന്ന് പറയുന്നത്. ഉള്ളിൽ തന്നെ ഒരു വാനിറ്റി ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. ഇനി മറ്റൊരു രീതിയിൽ ഒരു ബിഹേവ് ചെയ്യുന്നതാണ് ലാക്കിംഗ് എമ്പതി. അനുകമ്പ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ഇവർക്ക്. തീരെ അനുകമ്പ ഇല്ലാത്തവരെന്നല്ല ഞാൻ പറയുന്നത്, അനുകമ്പ എല്ലാവരുടെ ഉള്ളിലുണ്ട്. ചെറുതായിട്ട് അനുകമ്പ എന്ന് പറയുന്നത് നമ്മളുടെ എവല്യൂഷണറി ഭാഗമായിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള നല്ലൊരു ക്യാരക്ടറിസ്റ്റിക് ട്രേറ്റാണ്. പക്ഷേ ഇവരുടെ ഉള്ളിൽ അനുകമ്പ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇവർ പലപ്പോഴും പെരുമാറുന്ന രീതി എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് ഇവരടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളൊരു വേദന പറയുക അല്ലെങ്കിൽ മറ്റൊരാളുടെ വേദന പറയുക, ഇവർ അതിനൊന്നും വലിയ താല്പര്യമുള്ളവരായിരിക്കില്ല. പെട്ടെന്ന് തന്നെ അത് മാറ്റാനോ കോൺവെർസേഷൻ മാറ്റാനോ അല്ലെങ്കിൽ അവരുടെ മുഖഭാവങ്ങളോ മറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവരതിൽ വലിയ അനുകമ്പയോ അല്ലെങ്കിൽ എമ്പതി ഒന്നും കാണിക്കാനായിട്ട് ഉള്ള ആൾക്കാരല്ല. ഇനി പലപ്പോഴും നിങ്ങളുടെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് അവരുടെ അടുത്തേക്ക് വരാൻ സാധിക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇവർ പറയുന്ന ഡയലോഗ് എത്രയായിരിക്കും, നിനക്ക് ഇത്രയും ചെറുതരുടെ വേദന സഹിച്ചിട്ട് എന്നെ കാണാനായിട്ട് വരാൻ സാധിക്കില്ലേ എന്നുള്ളൊക്കെ ഡയലോഗുകൾ. നിങ്ങളുടെ വേദനകളുടെ അടുത്ത് ഇൻസെൻസിറ്റീവായിട്ട് അവരുടെ കാര്യങ്ങൾക്ക് മാത്രം നിങ്ങളെ സമീപിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു തരത്തിലുള്ള പെരുമാറ്റമായിരിക്കും ഇവരുടെ. ഇത്തരത്തിലുള്ള നാർസിസ്റ്റുകളുടെ പെരുമാറ്റത്തിനുള്ള ചില ഉദാഹരണങ്ങൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് കേൾക്കാതിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ കഴിക്കട്ടെ എന്നുള്ളത് നിങ്ങളടുത്ത് ചോദിക്കാതെയൊക്കെ ഇവരെന്നെ ഓർഡർ ചെയ്ത് ഇവരെന്നെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന, നിങ്ങളെ വെറും കേവലനാക്കി കണ്ടിട്ട് ഇവരെന്നെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു തരത്തിലുള്ള പെരുമാറ്റം. അല്ല, സുഗുണന്റെ മിസ്സസ് വന്നില്ലേ? ഇല്ല. എന്തേ കൊണ്ടുവരാഞ്ഞേ? അത് പിന്നെ 4 പേര് കൂടുന്നിടത്ത് ഈ പട്ടുസാരിയും പൊതുപ്പിച്ച ആഭരണങ്ങളും അണിയിച്ചെന്റെ ഭാര്യയെ കൊണ്ട് കിടക്കുന്നതിൽ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. മാത്രമല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരുന്നതിൽ അവൾക്കൊട്ട് താല്പര്യമില്ല. എന്റെ അനിയന്റെ വിവാഹ നിശ്ചയത്തിന് ഞാൻ എന്തായാലും പോവില്ല മോളെ. വേണമെങ്കിൽ ഇപ്രാവശ്യം വരാൻ പറ്റില്ലെന്നൊന്ന് വിളിച്ചു പറഞ്ഞേക്ക്.
ഈ സുഗുണൻ ഇവിടെ ഉള്ളപ്പോഴേ ഒന്നും കൂടി വന്ന് വിളിക്കട്ടെ, എന്നിട്ട് ആലോചിക്കാൻ പോണോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പൊ ചെന്ന് മോളെ പഠിപ്പിക്കാൻ നോക്ക്. അതെ, കണക്കിലും ഇംഗ്ലീഷിലും ഞാൻ വട്ട പൂജ. പിന്നെ പുതിയ പഠനരീതിയെ പറ്റി എനിക്കൊന്നും അറിയില്ല. അതുകൊണ്ടേ തന്നെ താനങ്ങ് പഠിപ്പിച്ചാ മതി. ഇനി മറ്റൊരു ഇവർ ചെയ്യുന്നൊരു രീതിയാണ്, നിങ്ങൾ ഇവിടുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ സംസാരിക്കുന്നൊന്നും ഇവർ കേൾക്കുന്നുണ്ടായിരിക്കില്ല. ആ സമയത്ത് അവർക്ക് ഫോൺ വരികയോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ ആ കോൾ എടുക്കും. നിങ്ങൾ അവരെ സംസാരിക്കുന്നതോ നിങ്ങളെ മൈൻഡ് ചെയ്യാനൊന്നും ശ്രമിക്കില്ല. ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് രണ്ടുപേര് ഒരുമിച്ചിരിക്കുന്ന സമയം ഫോണും കാര്യങ്ങളിലുള്ള ഡിസ്ട്രാക്ഷൻ പരിധി വരെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കും. പക്ഷേ ഇവരെ വെറും ഒരു കൂട്ടുകാരൻ, ആ ഒരു കൂട്ടുകാരൻ ജസ്റ്റ് കാഷ്വലായിട്ട് സംസാരിക്കാനാണ്, നിങ്ങളോടൊപ്പം ഇരിക്കുന്ന സമയത്ത് കാഷ്വലായിട്ട് സംസാരിക്കാനാണ് കോൾ വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അവിടെ ഫിസിക്കലി പ്രസൻ്റ് ആയിട്ടുള്ള സമയത്തിന് വില കൽപ്പിക്കാതെ നിങ്ങൾ അവഗണിച്ചുകൊണ്ട് ആ കോൾ എടുത്ത് നിങ്ങളെ നെഗ്ലക്ട് ചെയ്യാനായിരിക്കും പലപ്പോഴും നാർസിസിസ്റ്റ് സ്വഭാവമുള്ള ആൾക്കാർ ശ്രമിക്കുക. നിങ്ങളൊന്ന് ജീവിതത്തിലൊന്ന് ഓർത്ത് നോക്കിയേ, ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന്. എന്നിട്ട് ഞാൻ പറയുന്ന ഈ സിംറ്റംസ് ഒക്കെ ആയിട്ട് ഈ പേഴ്സൺ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. അപ്പോൾ മനസ്സിലാക്കാം അദ്ദേഹം അല്ലെങ്കിൽ ആ സ്ത്രീ നാർസിസിസ്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു ആണുങ്ങളിലാണ് കൂടുതലായിട്ട് നാർസിസം കണ്ടുവരുന്നത് എന്നുള്ളത്. അതിനർത്ഥം എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളില്ലെന്നല്ല, സ്ത്രീകളിലും നാർസിസം കണ്ടുവരുന്നുണ്ട്. ഇന്നത്തെ ചേഞ്ചിങ് ജെൻഡർ റോൾസും അതുപോലെ തന്നെ ജോലി രീതികളും മറ്റൊക്കെയും കാരണം പല സ്ത്രീകളും ഇതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള പെരുമാറ്റ രീതി എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി കൊണ്ട് നാർസിസ്റ്റിക് ബിഹേവിയറും നാർസിസ്റ്റിക് ട്രേറ്റുകളൊക്കെയും വളരെയധികം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ പറയുന്ന സിംറ്റങ്ങളിൽ പലപ്പോഴും ഇത് ചെറിയ കാര്യമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിലും ഇത്തരത്തിലുള്ള ചെറിയ രീതിയിൽ ചെറിയ കാര്യങ്ങളിലുള്ള പോലെ തന്നെയായിരിക്കും വലിയ കാര്യങ്ങൾ, വലിയ ആവശ്യകതകളും വലിയ നിങ്ങളുടെ നീഡുകളൊക്കെ വരുന്ന സമയത്ത് നാർസിസ്റ്റുകൾ നിങ്ങളുടെ അടുത്ത് പെരുമാറാൻ പോകുന്നത്, നിങ്ങളെ അവഗണിക്കാൻ പോകുന്നത്, നിങ്ങളെ വില വയ്ക്കാതിരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയേണ്ടത്, നാർസിസിസ്റ്റ് സ്വഭാവമുള്ള ആൾക്കാരെ തിരിച്ചറിയേണ്ടതും അവരിൽ നിന്നും മാറി നിൽക്കേണ്ടതും വളരെ അനിവാര്യമാണ്. ഈ അനുകമ്പയില്ല എന്നുള്ളതിലെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഇവർക്ക് ഒരാളുടെ അടുത്ത് വൾണറബിൾ ആവാനായിട്ട് സാധിക്കില്ല. എന്താണ് വൾണറബിൾ ആവുക? വൾണറബിൾ ആവാന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലെ തോൽവികളും അല്ലെങ്കിൽ അതുപോലെ തന്നെ വിഷമഘട്ടങ്ങളെക്കുറിച്ച് മറ്റൊരാളുടെ ഓപ്പണായിട്ട് സംസാരിക്കുക, മറ്റൊരാളുടെ അടുത്ത് നമ്മൾ തുറന്ന് കാണിക്കുക, നമ്മളുടെ മുറിവുകളെയും മറ്റും തുറന്ന് കാണിച്ചിട്ട് അവരെ അതിൽ സ്പർശിക്കാനോ അല്ലെങ്കിൽ അവരെ അതിലൊരു സ്വാതന്ത്ര്യം നൽകാനോ നമ്മൾ ചെയ്യുന്ന ആ ഒരു മാനസിക രീതിയാണ് വൾണറബിൾ ആവാന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ. നമ്മളുടെ വേദനകൾ തുറന്നു കാട്ടി അതിനൊരു ആശ്വാസം നേടിയെടുക്കാൻ ശ്രമിക്കുന്ന രീതി. പക്ഷേ നാർസിസിസ്റ്റുകൾക്ക് ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായിരിക്കും. അവരുടെ കുറവുകളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും തോൽവികളൊന്നും അവർക്ക് കാണിച്ചു തരാനായിട്ടുള്ള, നിങ്ങളുടെ അടുത്ത് തുറന്ന് സംസാരിക്കാനായിട്ടുള്ള ധൈര്യം ഉണ്ടായിരിക്കില്ല. പലപ്പോഴും ഇതിന് പിന്നിലുള്ള ചിന്താഗതി എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ അവരുടെ കുറവുകളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും തോൽവികളൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോവും. അവർ വെറും ഒരു തോൽവിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അവരെ കൂടെ നിൽക്കുകയില്ല, അവരെ ഉപേക്ഷിച്ച് കളയും എന്നുള്ള പേടി കൊണ്ട് പലപ്പോഴും അവരുടെ കുറവുകളുമൊന്നും തുറന്ന് സംസാരിക്കാനായിട്ടോ അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടോ അവർ തയ്യാറാവില്ല. അവരത് സ്വയം ഉള്ളിൽ തന്നെ മറച്ച് ഒളിപ്പിച്ച് വെച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും പലപ്പോഴും ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഇനി ഇവർ പെരുമാറുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രീതിയാണ് ഫീലിംഗ് എൻടൈറ്റിൽഡ് എന്ന് പറയുന്നത്. അതായത് എല്ലാത്തിനും അർഹതയുള്ള ഒരാളായിട്ടായിരിക്കും ഇവരെപ്പോഴും സ്വയം കാണുക. ഇവർ പലപ്പോഴും ചിന്തിക്കുന്ന രീതി എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് സെൻറ്റർ ഓഫ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഇവരെ പെരിഫറിയാണ്. ഇവരാണ് ഏറ്റവും കേന്ദ്രബിന്ദു, ഏറ്റവും കെയറിങ്ങും ശ്രദ്ധയും അഡ്മിറേഷനും എല്ലാം അർഹതപ്പെട്ടിട്ടുള്ളവർ ഇവരാണ്. ബാക്കിയുള്ളവരൊക്കെ ഇവരെ സേവകർ. പലപ്പോഴും ഒരു ചിന്താഗതി എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇവൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, എല്ലാം ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇനി ഇവരെന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് കൺവിക്റ്റ് ആവുകയോ അല്ലെങ്കിൽ കുറ്റപരമേൽപ്പിക്കുകയോ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചിന്തിക്കാന്ന് പറയുന്നത് ഇവരുടെ പ്രശ്നമല്ല, ഇവരുടെ കുറ്റമല്ല, കുറ്റം മറ്റു കാര്യത്തിനാണ്. ഇവരെ കൺവിറ്റ് ആയി കഴിഞ്ഞാൽ ലോയ്ക്കാണ് പ്രശ്നം. ഇവർക്കൊരു അബദ്ധം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ പേന കൊണ്ട് എഴുതുന്ന കയ്യക്ഷരം മോശമായി കഴിഞ്ഞാൽ പേനയ്ക്കാണ് കുറ്റം. അതുപോലെയുള്ള പല പെരുമാറ്റങ്ങളും ഇവർക്ക് വണ്ടിയിൽ പോകുമ്പോൾ പെട്രോൾ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്ത് മോശം വണ്ടിയാണ്, എല്ലാത്തിനെയും കുറ്റം മറ്റു കാര്യങ്ങളിൽ ആരോപിക്കുന്ന രീതി. ഇവർ തങ്ങൾക്ക് ഒരു കുറ്റമില്ലാത്തൊരവസ്ഥ. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇവരുടെ അടുത്തുള്ള ഈ റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശൂന്യമായിട്ടുള്ളതായിരിക്കും, വളരെ ഡ്രെയിനിങ്ങും അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതായിരിക്കും. അവരുടെ ആവശ്യങ്ങളും അവരുടെ കാര്യങ്ങളും നിറവേറ്റാൻ വേണ്ടി മാത്രം. നിങ്ങൾ അതിനുള്ള പരിചയകരും അല്ലെങ്കിൽ സേവകരും മാത്രമായിട്ടായിരിക്കും അവർ കാണുന്നുണ്ടായിരിക്കുക. കാരണം അവർ സ്പെഷ്യലാണ്, അതുകൊണ്ട് അവർക്കെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഇനി മറ്റൊരുവരുടെ ക്യാരക്ടറിസ്റ്റിക് പെരുമാറ്റ രീതിയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ മറ്റുള്ളവരെ. അതെ, മറ്റുള്ളവരെ ചൂഷണം ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞതിനോട് വളരെ റിലേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെയധികം യൂസ്ഡ് ആയിട്ട് നിങ്ങളെ വളരെയധികം മറ്റൊരാൾ ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ആവശ്യങ്ങളും മറ്റൊന്നിനും പ്രാധാന്യം കൽപ്പിക്കാതെ അവരെപ്പോഴും അവരുടെ കാര്യത്തിന് മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു രീതി. അതൊരു പക്ഷേ നിങ്ങളുടെ ജോലി സ്ഥലത്തായിക്കോട്ടെ. ജോലി സ്ഥലത്താണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ശേഷം അതിന് ക്രെഡിറ്റും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സൂപ്പർവൈസറോ സീനിയറോ ബോസോ എടുക്കുന്ന രീതി.
അതിൻ്റെ മൊത്തം വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക നിങ്ങളാണ്, മൊത്തം എഫോർട്ടും ഐഡിയയും ചിന്താഗതിയൊക്കെ നിങ്ങളുടെ ആയിരിക്കും. അതിൻ്റെ ക്രെഡിറ്റ് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാത്തൊരവസ്ഥ. ഇത് കൂടാതെ റിലേഷൻഷിപ്പിൽ പലപ്പോഴും അവരുടെ കാര്യങ്ങൾ നടക്കാനായിട്ട് ഒരുപക്ഷെ ആണാണെങ്കിൽ പലപ്പോഴും ശാരീരിക ബന്ധത്തിന് വേണ്ടി മാത്രം റിലേഷൻഷിപ്പിനെ നിലനിർത്തുന്ന രീതിയും, ഒരുപക്ഷെ സ്ത്രീയാണെങ്കിൽ പലപ്പോഴും ശാരീരിക ബന്ധവും അതുപോലെ തന്നെ ധനത്തിനും മറ്റും റിലേഷൻഷിപ്പ് നിലനിർത്തുന്ന രീതി, ബാക്കിയൊരു കാര്യത്തിനും നിങ്ങളുടെ അടുത്ത് വരാത്ത രീതി, നിങ്ങളുടെ നീഡുകളെയും മറ്റും മാനിക്കാതെ അവഗണിക്കുന്ന തരത്തിലുള്ള രീതി, നിങ്ങളുടെ ഇമോഷണൽ ആവശ്യകതകളെ, നിങ്ങളുടെ വേദനകളെ ഒന്നും അഡ്രസ്സ് ചെയ്യാതെ അവരുടെ ആവശ്യത്തിന് മാത്രം നിങ്ങളെ സമീപിച്ചിട്ട് അവരുടെ ആവശ്യത്തിന് മാത്രം നിങ്ങളെ കോൾ വിളിച്ചിട്ട് ചെയ്യുന്നൊരു രീതി. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുക? നിങ്ങളെ ഉപയോഗിക്കുന്ന അവസ്ഥയിലാണ്. കാരണം ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ റെസിപ്രോക്കലാണ്. നിങ്ങൾ മറ്റൊരാളെ കെയർ ചെയ്യും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യം വരുമ്പോഴും മറ്റൊരാൾ നിങ്ങളെ കെയർ ചെയ്യും. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പറയും, മറ്റൊരാളുടെ കാര്യങ്ങൾ നിങ്ങൾ പറയും. ഒരാൾ മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടി സംജാതാകും, അതുപോലെ തന്നെ ഇയാൾ മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടി സംജാതാകും. പക്ഷേ നാർസിസിസ്റ്റുകളായിട്ടുള്ള ബന്ധത്തിൽ ഇതൊരിക്കലും സംഭവിക്കില്ല. ഇത് വളരെ എവിഡൻ്റായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കാരണം നിങ്ങളുടെ ആവശ്യത്തിനോ നിങ്ങളുടെ കെയറിങ് വേണ്ടുന്ന സമയത്തോ ഇവരുടെ സ്നേഹവും സമീപവും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നില്ല. ഇനി ഈ നാർസിസിസ്റ്റുകൾ ഇവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന രീതിയായിരിക്കും മാനിപ്പുലേഷൻ എന്ന് നമുക്ക് പറയുന്നത്. അതായത് ഒരു തരത്തിലുള്ള പാസീവ് അഗ്രഷൻ രീതിയാണ്. അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പലതരത്തിലുള്ള ടെക്നിക്കുകളും ട്രിക്കുകളൊക്കെ അവർ ഉപയോഗിക്കും. ഇനി ഇത്തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ്റെ മാനിപ്പുലേഷനെ വളരെ സീരിയസ് ആയിട്ടുള്ള നാർസിസ്റ്റുകൾ കാണിക്കുന്ന രീതികളാണ് കള്ളം പറയൽ, ചീറ്റ് ചെയ്യൽ, ബിസിനസ്സിൽ ഫ്രോഡ് കാണിക്കൽ മുതലായവയൊക്കെ. ഇതിനർത്ഥം എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൽ മറ്റുണ്ടാകുന്ന ചീറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാം ഒരു നാർസിസിസ്റ്റ് സ്വഭാവമുള്ള ആൾ കാണിക്കുന്നതല്ല. അതുപോലെ തന്നെ എല്ലാ കള്ളം പറയുന്ന പറയാൻ വെച്ച് കഴിഞ്ഞാൽ നാർസിസിസ്റ്റിക് സ്വഭാവമുള്ള ആൾക്കാർ കാണിക്കുന്നതല്ല. അതേസമയം തന്നെ ഇത്തരത്തിലുള്ള ചീറ്റിങ്ങും കള്ളങ്ങളും ഫ്രോഡ് പരിപാടിയൊക്കെ കുറേ അധികം റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കാണാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊരു പക്ഷേ നാർസിസിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ള ഒരാളായിരിക്കും എന്നുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട രീതിയിൽ ഇവർ പെരുമാറുന്നതാണ് മറ്റുള്ളവരെ കുറിച്ച് ഭയങ്കരമായിട്ട് കുശുമ്പുള്ളൊരവസ്ഥ. അതായത് എൻവിയിങ് അതേഴ്സ് എന്ന് പറയാം. ഇവർക്ക് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന കാര്യം, ഇവരുടെ അടുത്ത് മത്സരിക്കുക, ആരെങ്കിലും മത്സരിക്കുക എന്ന് പറയുന്നത് ഇഷ്ടമുള്ള കാര്യമില്ല. കാരണം ഇവർക്കറിയാം ഇവരാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മറ്റൊരാൾ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യാണ്, മറ്റൊരാൾ ഇത്തിരി ഉയരത്തിലെത്താണ്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിക്കുകയാണെങ്കിൽ ഇവർക്ക് അതിനടുത്ത് വളരെയധികം കുശുമ്പ് തോന്നും. എന്നിട്ട് അവർ ഒരുപക്ഷെ പറയുന്നതായിരിക്കും അവനൊരു അർഹതയില്ല, അവൾക്ക് അതൊരിക്കലും ഒരു അർഹതയില്ലാത്ത കാര്യമാണ്, അവനത് ലോട്ടറി അടിച്ചതാണ്, അവന് വെറും ഭയങ്കര ഭാഗ്യമാണ്. അത്തരത്തിലുള്ള പല ഡയലോഗുകൾ ഇവർ പറയുന്നുണ്ടായിരിക്കും. കാരണം മറ്റുള്ളവർ നന്നാവെന്തോ മറ്റുള്ളവർ മെച്ചപ്പെടെന്തോ ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താ? ഇവർ സ്വയം വിചാരിക്കുന്നത് ഞാനാണ് സംഭവം. അങ്ങനെയാണെങ്കിൽ മറ്റൊരാൾ എങ്ങനെയാണ് മെച്ചപ്പെടാൻ സാധിക്കുക? അത് ശരിയായിട്ടുള്ള രീതിയിലല്ലോ കാര്യങ്ങൾ സംഭവിക്കുന്നത്. കാരണം എല്ലാ ടാലൻറ്റും എനിക്കാണ്, എല്ലാ അറിവും എനിക്കാണ്, അതുപോലെ തന്നെ എല്ലാ അനുഗ്രഹീതനായിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് ഞാനാണ്. എങ്ങനെയായിരിക്കും മറ്റൊരാൾക്കത് നേടിയെടുക്കാൻ സാധിക്കുക? അത് വളരെയധികം ഒരു അസൂയ അർപ്പിക്കുന്നതായിരിക്കും. ഇനി രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ കുശുമ്പ് തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഇവർ കുടുംബത്തിലും പലപ്പോഴും കാണിക്കാറുണ്ട്. മക്കളുടെ അടുത്തും ഭാര്യയുടെ അടുത്തും നിനക്കത് ഭാഗ്യത്തിന് കിട്ടിയതാ, അല്ലെങ്കിൽ നിനക്ക് ഇത്തരത്തിലുള്ള സഹായിക്കാനും അല്ലെങ്കിൽ ഇതിനൊക്കെ ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ട് നിനക്ക് കിട്ടണ്ട, അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്ത് അവൻ ഭാഗ്യവൻ്റെ, അത്തരത്തിലുള്ള രീതിയിൽ അവരുടെ അച്ചീവ്മെൻറ്റിനെയൊക്കെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിൽ പലപ്പോഴും നിങ്ങൾക്ക് കാണാവുന്നതും കേൾക്കാവുന്നതൊക്കെയാണ്. ഇനി ഇതിൽ വളരെ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മറ്റുള്ളവരുടെ അടുത്ത് കുശുമ്പ് ഉണ്ടാവുന്നതിന് ശേഷം ഇവർ അത്തരത്തിലുള്ള കാര്യങ്ങളെ അമളികളെ ഇവർ ഒരു പരിധിവരെ കോൺഷ്യസ് ആവുന്ന സമയത്ത് അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട്, അതിനെ മറയ്ക്കാനായിട്ട് ഇവർ പലപ്പോഴും ചിന്തിക്കുന്ന രീതിയാണ് മറ്റുള്ളവർക്കാണ് എൻ്റെ അടുത്ത് കുശുമ്പ്, കാരണം ഞാൻ വളരെ ഉയരത്തിലെത്തിയേക്കാണ്, മറ്റുള്ളവർക്ക് എൻ്റെ അടുത്ത് അസൂയാണെന്ന് പറയും. ഇതൊരു തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസമാണ്. ഡിഫൻസ് മെക്കാനിസങ്ങൾ പലതരത്തിലുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ് പലതരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വീഡിയോ, ഡിഫൻസ് മെക്കാനിസങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ളത് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചേർക്കുക. ഞാൻ അതൊരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഇനി നാർസിസ്റ്റുകൾ പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യുന്നുണ്ടായിരിക്കും. ചെയ്യുന്ന ചില കാര്യങ്ങളെ മറ്റുള്ളവരൊന്ന് ക്രിട്ടിസൈസ് ചെയ്യാണ്. താങ്കൾ ഈ ചെയ്തത് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ മെച്ചപ്പെട്ടതായേനെ, ഈ ചെയ്ത് കഴിഞ്ഞാൽ ശരിയായേനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നാർസിസ്റ്റുകൾ ചിന്തിക്കാന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എൻ്റെ അടുത്ത് കുശുമ്പാണ്. അതുകൊണ്ട് എൻ്റെ പെരുമാറ്റ രീതിയെയും ഞാൻ ചെയ്യുന്ന രീതിയെയും ശകാരിക്കാനും അതിൽ കുശുമ്പുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ കംപ്ലയിൻറ്റ് പറയുന്നത് അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്ന രീതിയിലായിരിക്കും അവരതിനെ കാണുക. അതുകൊണ്ട് ക്രിറ്റിസിസത്തിനും മറ്റു കാര്യങ്ങളൊക്കെ ഇവർക്ക് തീരെ താങ്ങാൻ സാധിക്കില്ല. കാരണം അവരുടെ ചിന്താഗതികൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ നിങ്ങൾക്ക് എങ്ങനെയാണ് കുറ്റം പറയാൻ സാധിക്കുക? പെർഫെക്റ്റിന് മുകളിലേക്കൊന്നുമില്ല. എന്നെ കുറ്റം പറയാനായിട്ട് ആർക്കും യോഗ്യതയില്ല, എന്നെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ടും ആർക്കും യോഗ്യതയില്ല എന്ന തരത്തിലുള്ള വളരെ ഉയർന്ന തരത്തിലുള്ള ചിന്താഗതികൾ ഉള്ളിൽ വെക്കുന്നവരായിരിക്കും പലപ്പോഴും ഈ നാർസിസ്റ്റുകൾ. ഇനി നാർസിസ്റ്റുകളെ തിരിച്ചറിയാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു പെരുമാറ്റ രീതിയാണ് അവരുടെ ഭയങ്കര അരോഗൻ്റായിട്ടുള്ള അഹങ്കാരപരമായിട്ടുള്ള ഒരു പെരുമാറ്റ രീതി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഇവരായിട്ടൊരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെയുള്ള വെയിറ്ററോ അല്ലെങ്കിൽ സെർവൻ്റായിട്ട് ഇവരെങ്ങനെയാണ് പെരുമാറുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക.
അതേ സമയത്ത് ഇത്തിരി സൊസൈറ്റിയിൽ പവറും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസും ഒക്കെ ഉള്ള ആൾക്കാരുടെ അടുത്ത് ഇവരെങ്ങനെയാണ് ഈ ഇൻഫ്ലുവൻസും സൊസൈറ്റിയിൽ പവറൊക്കെ ഉള്ള ആൾക്കാരുടെ അടുത്ത് അവരെ ബൂട്ട് ടിക്ക് ചെയ്യുന്ന തരത്തിലായിരിക്കും ഇവർ പെരുമാറുന്നുണ്ടായിരിക്കുക. അതേ സമയത്ത് ഹോട്ടലിൽ സെർവൻറ്റ് ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ ഹോട്ടലിൽ വെയിറ്റേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഇവർ വളരെ കേവലമായിട്ടുള്ള തുച്ഛമായിട്ടുള്ള വളരെ തരത്തിലുള്ള അവരെ പുച്ഛിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമായിരിക്കും ഇവരുടെ അടുത്ത് ഉണ്ടായിരിക്കുക. അവരുടെ അടുത്ത് സംസാരിക്കുന്ന രീതി, അവരെ ശകാരിക്കുന്ന രീതി ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇനി ഇത്തരത്തിൽ ഇവരുടെ അടുത്ത് ഇങ്ങനെ പെരുമാറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പെരുമാറി തുടങ്ങിയൊക്കെയായിരിക്കും. ഈ നാർസിസ്റ്റിക് സ്വഭാവമുള്ള ആളുടെ അടുത്ത് നിങ്ങൾ പെരുമാറി തുടങ്ങായിരിക്കും. നിങ്ങളെ നല്ല വ്യക്തമായിട്ട് ആഴത്തിൽ മനസ്സിലാക്കുന്ന സമയത്ത്, നിങ്ങളുടെ കുറവുകളും വൾണറബിലിറ്റിയൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് ഈ നാർസിസ്റ്റിക് സ്വഭാവമുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്ത് എങ്ങനെയായിരിക്കും പെരുമാറാൻ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ. കാരണം തുടക്കത്തിൽ നിങ്ങളെ പരിചയമില്ലാത്ത സമയത്ത് നിങ്ങളെ ലവ് ബോംബിങ് ചെയ്ത് വളരെ കെയർ ചെയ്ത് നിങ്ങളുടെ അടുത്ത് ഇമ്പ്രസ് ചെയ്യാനായിട്ട് ആയിരിക്കും ഇവരുടെ പെരുമാറ്റങ്ങൾ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ നിങ്ങളുടെ അടുത്ത് പെരുമാറാൻ പോകുന്ന രീതി എന്ന് പറയുന്നത് വളരെ വ്യത്യാസമായിരിക്കും. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാർസിസ്റ്റുകൾ പലപ്പോഴും ചിന്തിക്കുന്ന പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും തെറ്റുകൾ പറ്റാൻ പോകുന്നവരല്ല. അവരെപ്പോഴും വളരെ കറക്റ്റായിട്ടുള്ള, എല്ലാത്തിനും അർഹതയുള്ള, ഏറ്റവും പ്രൗഡായിട്ടുള്ള, അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് ഒരു വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു കോൺവെർസേഷനോ ഒരു ജീവിതമോ നയിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പലപ്പോഴും ഇത്തരത്തിലുള്ള ആൾക്കാർ ഇവർക്ക് പറ്റുന്ന തെറ്റുകൾക്ക് മാപ്പ് പറയാനോ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മറ്റുള്ളവർ പറയുന്ന ക്രിറ്റിസിസം ആക്സെപ്റ്റ് ചെയ്യാനോ തയ്യാറാവില്ല. ഇത്തരത്തിലുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു കാര്യം തെറ്റായിട്ട് സംഭവിക്കുകയാണെങ്കിൽ അതിന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവത്തില്ല. പക്ഷേ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ വിജയം മുന്നിൽ സംഭവിക്കും എന്നുള്ളൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാം. അല്ലാതെ അവർ പലപ്പോഴും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല. ഒരു കാര്യത്തിനുള്ള കുറ്റമോ കുറവോ അവരുടെ മേലിൽ അവരൊരിക്കലും സ്വീകരിക്കാൻ തയ്യാറാവില്ല. കാരണം അവർ സംഭവം ഭയങ്കര പെർഫെക്റ്റ് ആണെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇവരൊരിക്കലും ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ അപ്പോളജൈസ് ചെയ്യില്ല. സോറി, അതുപോലെ തന്നെ ഇതെൻ്റെ തെറ്റാണെന്ന് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് ഒരിക്കലും സാധിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ പറ്റുന്ന സമയത്ത് ഇവരുടെ ഭാഗത്താണ് അതിനുള്ള തെറ്റ് എങ്കിലും മറ്റുള്ളവരെ കുറ്റം പറയുന്ന രീതി, അവരാണ് തെറ്റ് ചെയ്തത് എന്നുള്ള രീതിയിലായിരിക്കും ഇവർ പലപ്പോഴും പെരുമാറുന്നുണ്ടായിരിക്കുക. ഇതിനൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് തരത്തിലുള്ള തെറ്റായിട്ടുള്ള വ്യക്തിത്വ രീതിയാണ്. ഇത് ഇവർ പഠിച്ചെടുത്തിട്ടുള്ള, ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നും തെറ്റായ ജീവിതത്തിനെ വീക്ഷിച്ചുകൊണ്ട് തെറ്റായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുക, എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൊരു വൈരുദ്ധ്യം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ സേവ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. കാരണം നമ്മൾ ഇത്തരത്തിൽ ഇങ്ങനത്തെ ആൾക്കാരൊപ്പം വീണ്ടും സമയം തുടർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ തന്നെയായിരിക്കും ക്രൂശിക്കുന്നത്, നമ്മളെ തന്നെയായിരിക്കും വേദനിപ്പിക്കുന്നത്, നമ്മളെ തന്നെയായിരിക്കും ദ്രോഹിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ഡിസ്റ്റൻസ് എടുക്കാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ നാർസിസ്റ്റിക് സ്വഭാവമുള്ള പേരൻസ്, നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ഇത്തരത്തിലുള്ള സ്വഭാവമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നാർസിസ്റ്റിക് സ്വഭാവമുള്ള ഒരു പാർട്ട്ണർക്ക്, അതൊരു പക്ഷേ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ആരും ആയിക്കൊള്ളട്ടെ, അത്തരത്തിലുള്ള ഒരാളുടെ അടുത്ത് റിലേഷൻഷിപ്പിൽ വീണ് പോകാനൊക്കെയുള്ള വളരെ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ മോഡൽ ചെയ്തേക്കുന്നത് നാർസിസ്റ്റിക് സ്വഭാവമുള്ള നിങ്ങളുടെ അച്ഛനെയോ അമ്മയോ ഒക്കെയാണ്. അപ്പോൾ അതേ സ്വഭാവത്തിലുള്ള ആൾക്കാരെയായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കുക. പക്ഷേ അങ്ങനത്തെ ഒരാളുടെ അടുത്ത് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാലോ നിങ്ങളുടെ ജീവിതം വളരെ ക്ലേശകരമായിട്ടും പോകാനാണ് സാധ്യത. അതുകൊണ്ട് ഈ നാർസിസ്റ്റിക് കൺസെപ്റ്റുകൾ വളരെ നന്നായിട്ട് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഇടപെടുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളാണെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് ഏൽക്കേണ്ടി വരുന്ന പഴിവാക്കുകളും കളിയാക്കലുകളും ചീത്തയും നിന്ദയും ഒക്കെ യാഥാർത്ഥ്യത്തോടെയുള്ളതല്ല. അത് അവരുടെ ആ അജണ്ട നടപ്പിലാക്കാനായിട്ട്, അവരുടെ ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ ആവശ്യങ്ങളും നടപ്പിലാക്കാനായിട്ട് അവർ പറയുന്നവരും കേവലമായിട്ടുള്ള ധാരണകളാണ്, വാക്കുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങളുടെ കുറവുകളല്ല. നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ നാർസിസ്റ്റിക് സ്വഭാവമുള്ള ഒരാളായിട്ട് റിലേഷൻഷിപ്പിൽ വിട്ടുപോയെങ്കിൽ വളരെ ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടൊരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നതെങ്കിൽ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഒരു നാർസിസ്റ്റിൻ്റെ അടുത്താണെങ്കിൽ അതിൽ നിന്നും മാറി വരാമെന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ വേദനകളും അതുപോലെ തന്നെ സന്തോഷങ്ങളും ഒക്കെയും അറ്റാച്ച് ചെയ്തേക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അടുത്താണ്. അങ്ങനത്തെ ഒരാളുടെ അടുത്ത് നിന്ന് മാറി വരാമെന്ന് പറയാൻ കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് നിങ്ങളെങ്കിൽ എങ്ങനെയാണ് അത് ഉചിതമായിട്ട് മാനേജ് ചെയ്യുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോകളും ഈ നാർസിസ്റ്റിക് സ്വഭാവമുള്ള ആൾക്കാരെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള വീഡിയോകൾ നമ്മൾ വരുന്നതായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അവ ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലോട്ടും അതുപോലെ തന്നെ ബന്ധുക്കളിലോട്ടൊക്കെ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നാർസിസ്റ്റിക് സ്വഭാവമുള്ള ആൾക്കാരുടെ ഇത്തരത്തിലുള്ള ഈ എക്സ്പ്ലോയിറ്റേഷന് പലരും പാത്രമായി പോകുന്നുണ്ട്. ഇത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ചുള്ള അവധാരണ, ഒരു ബോധം ഇത്ര നാളും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നൊക്കെ ആൾക്കാർക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നാർസിസത്തിനെ കൂടുതലായിട്ട് ഇത്രയും വിപുലമായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള സോഴ്സുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് പറ്റാവുന്ന ആൾക്കാരിലൂടെ എത്തിക്കുക, ഇതിനെക്കുറിച്ചുള്ള അവബോധം പരത്തുക. ഇത്തരത്തിലുള്ള സ്വഭാവ രീതി പലപ്പോഴും കാര്യങ്ങൾ നടക്കാനായിട്ടും ആ കാര്യങ്ങൾ സംയുക്തമാക്കാനായിട്ടൊക്കെ പലരും എടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്.
അതായത് ഇന്നത്തെ ഈ സമൂഹത്തിലുള്ള ടോക്സിക് മസ്കുലാനിറ്റി, അതുപോലെ തന്നെ എല്ലാം തങ്ങൾക്കുള്ള അല്ലെങ്കിൽ ഞാനാണ് എല്ലാത്തിലും കേവൻ എന്ന് പറയുന്ന ഭാവവും പലരും എടുത്തിട്ട് ജീവിത വിജയങ്ങളും മറ്റും നേടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് ശരിക്കും ഒരു തെറ്റായിട്ടുള്ള രീതിയാണ്. അത്തരത്തിലുള്ള രീതി തൻ്റെ കൂടെയുള്ള ആൾക്കാരെ വളരെ ക്ലേശത്തിലാണ് എത്തിച്ചേർക്കുന്നത്. അത് മനസ്സിലാക്കാതെ പലരും ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെയും സിനിമകളിൽ നിന്നും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിൽ നിന്നും പഠിച്ചെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള പെരുമാറ്റ രീതികൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള പെരുമാറ്റ രീതികളാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വളരെ ടോക്സിക് ആയിട്ടുള്ള, വളരെ ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള സമൂഹമായിരിക്കും നമുക്കുണ്ടായിരിക്കുക. അതുകൊണ്ട് ഇത് മാറ്റാനായിട്ട് ഇതിനെക്കുറിച്ചുള്ള അവബോധം നിങ്ങൾ മറ്റുള്ള ആൾക്കാരിൽ എല്ലാവരിലോട്ടും എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നാർസിസ്റ്റിക് ബിഹേവിയറുള്ള ആൾക്കാരെ പെരുമാറ്റങ്ങൾ സംഭവിക്കുന്നെങ്കിൽ അവയിൽ നിന്ന് മാറി നിൽക്കാനും അവയെ തിരിച്ചറിഞ്ഞ് മാറി നിൽക്കാൻ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ്. സോ അടുത്തൊരു വീഡിയോയിൽ നാർസിസത്തിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്കുകളും മറ്റും മനസ്സിലാക്കാൻ നമുക്ക്. അതുവരെ എല്ലാവർക്കും ബൈ. അതിന്റെ ഗുണം കഴിഞ്ഞ കണക്ക് പരീക്ഷയ്ക്ക് കണ്ടതല്ലേ. ഇടിതേ ഈ സയൻസും സോഷ്യലും പറഞ്ഞു കൊടുക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ ആർക്കും പറ്റും. അതേ കണക്കും ഇംഗ്ലീഷും അറിഞ്ഞിരിക്കണം. അതെങ്ങനെയാ? അത് രണ്ടും നിന്റെ തള്ളയുടെ അടുത്ത് കൂടെ പോലും പോയിട്ടില്ലല്ലോ. അതെ, നല്ലത് മുഴുവൻ അച്ഛന്, മോശം മുഴുവൻ അമ്മയ്ക്കും. കണക്കിന്റെ കാര്യത്തിൽ മാത്രം തർക്കം വേണ്ട.